ഹലോ മക്കളെ, എല്ലാവർക്കും റാത്തന്നല്ലേ? ഇന്ന് പുതിയൊരു ഐറ്റം കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബോക്സ് സമോസ, അതും ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനും വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കോഴി എടുത്തിട്ട് കാച്ചാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് സാധാരണ പുരയിൽ കാച്ചൽ ആ രീതിയിൽ കാച്ചിട്ട് എടുത്താൽ മതി. പിന്നെ വേണ്ടത് ഗ്രീൻ പീസ് ഒരു 4-5 മണിക്കൂർ കൈയിട്ട് പൊത്താൻ വെക്കണം. ഇപ്പം നല്ലോണം പൊന്നിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിലിടുന്നത് വരെ വേവിച്ചിട്ട് എടുക്കണം. കൂടുതൽ വെന്തിട്ട് കുഴഞ്ഞു പോകണ്ട, നല്ല ഒറ്റ ഉണ്ടാകണം. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് വേവിച്ചിട്ട് എടുക്കാം. പിന്നെ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ചെറിയ തീയാക്കിയിട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് എടുത്ത് ഇതിലേക്ക് 1/4 കിലോ നീരുള്ളി, അതായത് സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. വഴന്നിട്ട് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിച്ചപ്പലിയും 250 ഗ്രാം ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ടിട്ട് നല്ലോണം വഴറ്റിയിട്ട് എടുത്ത്. ക്യാരറ്റ് കുറച്ചൊന്ന് വേകാനുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വഴറ്റിയിട്ട് എടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് വാടിയിട്ട് വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് 1/4 കിലോ കാബേജ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഈ എണ്ണയിൽ ഒരു 2-3 മിനിറ്റ് വഴറ്റിയിട്ട് എടുത്താൽ മതി, കൂടുതൽ വഴറ്റിയിട്ടൊന്നും എടുക്കണ്ട. ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ 10 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. ഇപ്പം ചെറിയ തീയിൽ വേകാൻ വെച്ചിട്ട് 10 മിനിറ്റായി. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്ത്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ, അതായത് ഉണക്കമുളക് ചതച്ചത്, അത്രയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇപ്പോൾ തീ ചെറുതാക്കി കൊടുത്തിട്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ പൊടിയെല്ലാം കരിഞ്ഞു പോവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും സാധനം ഉള്ളത് കൊണ്ട് തന്നെ 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എല്ലാം കൂടി വഴന്ന് വന്നിട്ടാകുമ്പോൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് 1 കപ്പ് 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എടുത്തത്. വെള്ളമൊന്നും ഇല്ലാണ്ട് 1 കപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയിട്ട് ഈ മസാല നല്ലപോലെ ഉണക്കിയിട്ട് എടുക്കണം. മസാലയിലൊന്നും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഗ്രീൻ പീസ് ഇടുന്ന സമയത്ത് കുറച്ച് പോലും വെള്ളമാവാൻ കഴിയുക. പിന്നെ വേണ്ടത് ഒന്നുകിൽ ബീഫ് അല്ലെങ്കിൽ കോഴി വേവിച്ചിട്ട് മിക്സിയിൽ ചതച്ചിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. 1/2 കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഉപ്പും കുരുമുളകും ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കണം. ഇനി ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണമൊന്നുമില്ല, ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും നല്ലോണം ഉണക്കിയിട്ട് നല്ല പോലെ വെള്ളം വറ്റിച്ചിട്ട് എടുക്കണം. ഈ മസാല എന്തോ ഒരു ടേസ്റ്റ് തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിക്കനാ ബീഫാ വേണ്ടെങ്കിൽ ഇതേ മസാല ഇട്ട് കൊടുത്താൽ മതി. ഗ്രീൻ പീസും ഉള്ളിയും ഇതേപോലെ കേബേജും എല്ലാം ഇട്ടിട്ടാകുമ്പോൾ അതന്നെ മതി. സാധാരണ നമ്മൾ പച്ചക്കറി സമോസ ഉണ്ടാക്കുന്നില്ലേ, ആ രീതിയിലും നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കാം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പലയും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സമോസൻ്റെ ഷീറ്റാണ്. ഇത് ഒരുക്കം ഉണ്ടാക്കുമ്പോൾ 2 ഷീറ്റ് വേണം. ഞാൻ ഷീറ്റെല്ലാം ഒരുപോലെ ഇവിടെ പിരിച്ച് വെച്ചിട്ടുണ്ട്. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി 2 ഷീറ്റ് വീഡിയോയിൽ കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ഞാൻ പ്ലസ് ഇടുന്നില്ലേ, ഇങ്ങനെ ഈ രീതിയിൽ വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ ചീസിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇനിയും ചില ആളെ കയ്യിൽ മൊസറല്ല ചീസെല്ലാം ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ചോറിൻ്റെ ഇട്ട് കൊടുത്താലും മതി. ചീസ് വെച്ച് കൊടുത്ത് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് മസാല വെച്ചിട്ട് കൊടുക്കണം. വീഡിയോ കാണുന്ന രീതിയിൽ ശ്രദ്ധിച്ചാൽ മതി. ഇനി മടക്കുന്ന കാര്യം അങ്ങനെ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മൾ നിന്നിട്ട് ചുറ്റുന്ന സമയത്ത് എടുത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തെ ലീഫിലേക്ക് കുറച്ച് മൈദ കട്ടിക്ക് കലക്കിയിട്ട് ഇങ്ങനെ തേച്ചിട്ട് കൊടുക്കണം. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയാൽ മതി, ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ വെച്ച് നോക്കണം. ഇനി ഇപ്പുറത്തെ ഭാഗം നന്നായിട്ട് മടക്കിയിട്ട് ഗമ്മുള്ള ഭാഗം മീത്താന്ന രീതിയിൽ മടക്കിയിട്ട് ഒട്ടിച്ചിട്ട് കൊടുക്കണം. നല്ലോണം ഒന്ന് ടൈറ്റാക്കിയിട്ട് അമർത്തിയിട്ട് ഒട്ടിച്ചിട്ട് എടുക്കണം. കണ്ടല്ലോ, ഇതാ ഈ ഭാഗം നോക്ക് എങ്ങനെയാണ് ഗമ്മിടേണ്ടത്. നിങ്ങൾ എന്നെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ എടുത്ത ഭാഗത്തേക്ക് ഞാൻ നല്ലോണം ഗമ്മ് തേച്ച് കൊടുത്ത് ഇനി നല്ലോണത്തിൽ ഒട്ടിച്ചിട്ട് എടുക്കണം. ഇനി മറ്റേ ഭാഗത്തും ഇതേപോലെ ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചിട്ട് കൊടുക്കണം.
പിന്നെ ഗ്യാപ്പെല്ലാം ഉണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഇതേപോലെ ഗമ്മ് തേച്ച് കൊടുത്തെങ്കിൽ ഉള്ളിലേക്ക് എണ്ണയൊന്നും കയറാതെ എണ്ണ കുടിക്കാതെ നമുക്ക് കാച്ചിട്ട് എടുക്കാൻ കഴിയും. ഇതാ ഈ കാണുന്ന ഗ്യാപ്പെല്ലാം ഉണ്ടല്ലോ, ചെറുതായിട്ടൊന്ന് ഈ പശ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം ഒട്ടിയിട്ട് ഇതിലേക്ക് കൂടിയിട്ടൊന്നും ഉള്ളിലേക്ക് എണ്ണ കയറില്ല. ഇങ്ങനെയാണ് നമ്മൾ മടക്കിയിട്ട് എടുക്കേണ്ടത്. ഇപ്പം നല്ല ബോക്സ് പോലെയുള്ള സമോസ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് മക്കളെ. നമ്മൾ സാധാരണ എപ്പോഴും ഒരേപോലെയല്ലേ കഴിക്കുന്നത്. ഞാൻ വീണ്ടും ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ ചീസ് വെച്ചുകൊടുത്ത് മസാല വെച്ചുകൊടുത്ത് ഇനി എടുത്തേ ഭാഗം ഗമ്മൊട്ടിക്കണം. എന്നിട്ട് അത് മീത്തൊക്കെ വരുന്ന രീതിയിൽ ഒട്ടിച്ചിട്ട് എടുക്കണം. ഇത്രയേ ഉള്ളൂ മക്കളെ, കുറേ പണിയൊന്നുമില്ല. പിന്നെ 2 ലീഫിലേക്കും ഗമ്മൊട്ടിക്കണം. രണ്ടും നല്ലോണം ഒട്ടിയിട്ട് നിൽക്കണം. മനസ്സിലായില്ലേ? ദാ ഈ രീതിയിൽ ഗമ്മെല്ലാം ഒട്ടിച്ചിട്ട് നല്ലോണത്തിൽ ഒട്ടിച്ചിട്ട് എടുക്കണം. വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ട് റെസിപ്പിയാണിത്. പിന്നെ സമോസ മടക്കാനും നമുക്ക് കുറേ പണിയുണ്ട്. അപ്പോൾ ഇത് അങ്ങനത്തെ പണിയൊന്നുമില്ല, എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും. ഒരു വെറൈറ്റിയും ആയി. പിന്നെ ഈ മസാല ഭയങ്കര ടേസ്റ്റ് മക്കളെ. കോഴി ഇടാണ്ട് തന്നെ എന്തോ ഒരു പാങ്ങ തന്നെ. അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടായിട്ട് ഇതിലേക്ക് വേണ്ട മുട്ട ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കാം. ഞാൻ ഇപ്പോൾ 3 ബോക്സാണ് ഉണ്ടാക്കുന്നത്. അതിനും വേണ്ടിയിട്ട് 1 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബീറ്റാക്കിയിട്ട് എടുത്ത് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ബ്രെഡ് വേണം. 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നൈസായിട്ട് പൊടിക്കണ്ട മക്കളെ. ദാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ അല്പം തരിയോട് കൂടിയിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുത്ത് 1/2 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുത്ത് അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ഇനി ഈ ബോക്സ് മുട്ട മിക്സിലേക്ക് മുക്കിയിട്ട് എടുക്കണം. ദാ ഈ രീതിയിൽ നല്ലോണം ഒന്ന് മുക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ബ്രെഡ് പൊടിച്ചിട്ട് വെച്ചിട്ട് അതിലേക്ക് മുക്കിയിട്ട് എടുക്കണം. ഇനി ബ്രെഡിന് പകരമായിട്ട് കോൺഫ്ലേക്സ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതും പൊടിച്ചിട്ട് ചേർക്കുക. ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് മുക്കിയാൽ മതി. അതും നല്ല ടേസ്റ്റ് തന്നെ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നല്ലപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് പൊരിച്ചിട്ട് എടുക്കുക. കൂടുതൽ തീ വെക്കണ്ട. ഇത് ബ്രെഡിൻ്റെ പൊടിയായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. 2 ഭാഗവും നല്ല ഗോൾഡ് കളറാണ്. 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ടാൽ നമുക്ക് കരിയാണ്ട് നല്ല ലൈറ്റ് ഗോൾഡ് കളറിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ആദ്യം എണ്ണയിലിട്ടത് നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഈ ഒരു റെസിപ്പി കൂടുതൽ തീ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. സമോസ ക്രിസ്പി ആയിട്ടും കിട്ടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ടേസ്റ്റും അതെ ഭയങ്കര വെറൈറ്റിയും അത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും നോമ്പിന് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി സോസിൻ്റെ കൂട്ടത്തിലും മയണൈസെല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് മക്കളെ. അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സമോസ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് 2 പീസായിട്ട് സമോസ ഇല്ലേ അതേപോലെ കോണായിട്ട് കട്ടാക്കിയിട്ട് സെർവ് ആക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.